ഫ്രണ്ട്സ്, ഈ കോട്ടയംകാരെല്ലാം ഒന്നാന്തരം ബീഫ് ലവേഴ്സ് ആണെന്നുള്ള എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇത് ഞാനങ്ങനെ ചുമ്മാ പറയുമല്ല കേട്ടോ. എന്നെ കല്യാണം കഴിച്ചു വിട്ടത് കോട്ടയത്തേക്കാണ്. അവിടെ ചെന്ന നാൾ മുതൽ ഞാൻ കാണുന്നതാണ് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ബീഫ് വാങ്ങും. ഇനി എന്തേലും ഫംഗ്ഷൻ വീട്ടിൽ വന്നാൽ ബീഫും പിന്നെ കൂടെ എന്തും വാങ്ങും. ഇതാണ് ക്വസ്റ്റ്യൻ. എന്നാൽ ഞങ്ങൾ എറണാകുളംകാരങ്ങനെയല്ല കേട്ടോ. ഈ എറണാകുളം എന്ന് പറയുമ്പോൾ അങ്ങ് കൊച്ചി വരെയൊന്നും പോകണ്ട, ഇങ്ങ് കോട്ടയത്തിനോട് തൊട്ടൊരുമി കിടക്കുന്ന കൂത്താട്ടുകുളമാണ് സ്ഥലം. ഞങ്ങൾ പൊതുവെ പോർക്ക് ലവേഴ്സാണ്, അല്ലെങ്കിൽ പിന്നെ കോഴി. ബീഫ് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, എന്നാൽ അവൻ്റെ കൊളസ്ട്രോളിനോടുള്ള അതിൽ കവിഞ്ഞ അടുപ്പം ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ പോർക്കിൽ കൊളസ്ട്രോൾ ഇല്ലേ എന്ന്? ചൂടാവില്ല മാഷെ. പോർക്ക് കൊളസ്ട്രോൾ പേഷ്യൻസിന് പോലും നല്ലതാണെന്ന് ഒരു കണ്ടുപിടുത്തം നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി കാര്യത്തിലേക്ക് വരാം. ഇവിടെ താമസമാക്കി 1 ഇയറിനിടയ്ക്ക് ആകെ 3ാമത്തെ തവണയോ മറ്റോ ആണ് ഞങ്ങൾ ബീഫ് വാങ്ങുന്നത്. ഹോളി ആഘോഷത്തിന് താലത്തിൽ കളർപ്പൊടികൾ എടുത്തതല്ല കേട്ടോ, ബീഫിൽ പുരട്ടാനുള്ള മസാലകളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, ഇതെല്ലാം കൂടി തട്ടി കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്കിട്ട് നല്ലവണ്ണം തിരുമുക. ഈ തിരുമുന്നത് ഒരു പ്രത്യേക തരം കലയാണ് കേട്ടോ. കണ്ടോളൂ എങ്ങനെയാണെന്ന്. ഇടയ്ക്കൊരാളെ വിട്ടുപോയേ, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇല്ലാതെ എന്ത് കോട്ടയം സ്റ്റൈൽ ബീഫ് അല്ലേ. ഇനി ഇവനെ കുറച്ചു നേരം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കക്ഷി കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിക്കാൻ പോകുന്നത്. നല്ല അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് നമ്മുടെ തിരുമ്മി വെച്ച ബീഫ് മാറ്റി അതിൻ്റെ മീതെ നല്ല ഭംഗിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. ഇനി എൻ്റെ കുറച്ച് കലാപരിപാടികൾ കാണിച്ചു തരാം. ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ തൊലി കത്തിയില്ലാണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു മാജിക് ഇല്ലേ? ഫസ്റ്റ് ടൈം ആയോണ്ടാട്ടോ ഇങ്ങനെ. നെക്സ്റ്റ് ടൈം ഞാൻ പൊളിക്കും, പിന്നല്ല. തേങ്ങാക്കൊത്ത് മസ്റ്റാണ്, ഡോണ്ട് സ്കിപ്പ്. സവാള ഗിരിഗിരി, സവാള ഗിരിഗിരി. എൻ്റെ കണ്ണിൻ്റെ അകത്തേക്ക് ഒക്കെ കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ബീഫിൻ്റെ വേവിന് ചിലപ്പോൾ ഡിഫറൻസ് ഒക്കെ വരാം. ഞങ്ങൾ നോർമലി ചെയ്യുന്നത് ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കും, പിന്നെ ഒരു 2 വിസിലോടെ അടുപ്പിക്കും, എന്നിട്ടാണ് ഓഫ് ചെയ്യാറ്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ വറുത്തിട്ട് ചേർക്കാം, എന്നാൽ ഇങ്ങനെ ഇടുമ്പോഴാട്ടോ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി പൊടികൾ എന്തൊക്കെ ഇടണമെന്ന് നോക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരുത്തനെ ഇവിടെ പിടിച്ച് ഉപവിഷ്ടനാക്കിയിട്ടുണ്ട്. മോനെ, ഈ റെസിപ്പിയൊക്കെ ശരിക്കും കണ്ടുപിടിച്ചാട്ടാ, ഭാവിയിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി തരാനുള്ളതാ. പറഞ്ഞിട്ട് കക്ഷി തീരെ പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കൈ വീശിതേണ്ട ഒന്നും തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ നടക്കുന്നത് മൂടി തുറക്കൽ ചടങ്ങാണ്.
കണ്ടാ ആ കളർ കണ്ട മക്കളെ, സംഭവം ചെറുതായിട്ട് വേവ് ഒന്ന് കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ബീഫിൻ്റെ വെള്ളമൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വറ്റട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കപ്പ ഉണ്ടാക്കാം. ഇതിൻ്റെ ഈ മുസ്താദ് കെട്ടിയോൻ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ കുത്തി കുത്തി അരിഞ്ഞുണ്ടാക്കാൻ. പക്ഷേ ആൾ ഒരുമിട്ട് മിടിക്കണം. ഇതിനിടയ്ക്ക് മ്യൂസും സ്കൂളിൽ നിന്ന് വന്നു. പിന്നെ അവളുടെ സ്കൂളിലെ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവളും അവിടെ തമ്പടിച്ചു. ഇങ്ങനെ കുക്കിംഗ് ആസ്വദിച്ച് ചെയ്യുന്ന കെട്ടിയമ്മ നിങ്ങൾക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേരെ. ഈ പാചകം ഒരു യുദ്ധം പോലെയാണ്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും, സ്വാഭാവികം. തന്നെത്താൻ ഉണ്ടാക്കിയിട്ട് തനിയെ ടേസ്റ്റ് നോക്കണം. അപ്പോഴേ കറക്റ്റ് അഭിപ്രായം പറയാൻ പറ്റും. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. കെട്ടിയോൻ ഇത്രയും നേരം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, ബാക്കി ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ചതച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എണ്ണയിലേക്ക് ഇട്ടപ്പോഴാണ് പണി കിട്ടിയത്. ചതിച്ചല്ലോ ആശാനേ, ഇത് മുഴുവൻ പുകഞ്ഞു പോയല്ലോ. നീ അത് ഇച്ചിരി ബീഫ് കറി കോരിയും കിട്ടിട്ട് നമുക്കത് പ്രത്യേക ഡിഷായിട്ട് അങ്ങ് കൊടുക്കാം. അതിനല്ലേ മോനെ ഞാൻ ഇത് കരിച്ചത്. ഏതാണ്ട് ഈ പരുവാകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.